ഫ്രണ്ട്സ്, അപ്പോൾ നേരത്തെ ഞാൻ ഇതിനെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് അരഞ്ചിൻ്റെ MTA ഇട്ടിട്ടാണ് നമ്മളിത് കണക്ട് ചെയ്യുക. ഇത് നേരെ അത്രയും ഡെപ്തിൽ താഴ്ചയിൽ വെക്കുക കേട്ടോ. അപ്പോൾ 2.5 പൈപ്പിൻ്റെ ഉള്ളിൽ ഇത് ഇറക്കി വെച്ചിട്ടാണ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് മെയിൻ്റെനൻസ് ചെയ്യാനൊക്കെ ഒന്നുകൂടി ഈസി ആവും കേട്ടോ. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് അയച്ച് കാണിച്ചു തരാം. ഇത് ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് പൊങ്ങി വരുന്ന സിസ്റ്റം ആയതുകൊണ്ട് എന്താ പറയുക, നോക്കി ചളിയും കാര്യങ്ങളൊന്നും കയറാത്ത ലെവലിൽ ചെയ്യണം. അതേപോലെ തന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഫിൽറ്റർ വരുന്നുണ്ട്. ഈ ഫിൽറ്റർ ഒരിക്കലും കളയാൻ പാടില്ല. ഇത് കരടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനോട് കുടുങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇതാണ് അതിൻ്റെ ഉള്ളത്തെ ഐറ്റംസ് വരുന്നത്. അതിൻ്റെ നോസിൽ വരുന്നത് കേട്ടോ. ഇതാണ് പറഞ്ഞത്. ഇത് 10 അടി 15 അടി അല്ലെങ്കിൽ അതിൽ കൂടുതൽ വേണമെങ്കിൽ അതിൽ 17 അടി വരുന്നുണ്ട്. ഇനി വേറൊരു ഐറ്റം കൂടി വരാനുണ്ട് കേട്ടോ, കോർണർ ടു കോർണർ. അത് നമുക്ക് 20-25 അടി വരെ കിട്ടും. ബ്ലാക്ക് വരാനുണ്ടോ, 15 അടിയാണ് വരിക. ഇത് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനും സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. അതായത് ഒരു സൈഡിലേക്ക് 1 സൈഡ് വേണമെന്നുണ്ടെങ്കിൽ 1 സൈഡ് ആക്കാം, അതല്ലെങ്കിൽ ഫുള്ള് റൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ റൗണ്ടിലാക്കാം. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് തിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് ഫുള്ള് ഹണ്ടർ എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ കമ്പനിയാണ്, ക്വാളിറ്റിയുള്ള സാധനമാണ് കേട്ടോ.